ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിലെ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വളരെ റെഗുലറായിട്ട് ഞാൻ ജർമ്മനിയിൽ വന്നതിന് ശേഷം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. ആദ്യം തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ പാല്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഇത് മൂന്നും കൂടി തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഹെൽത്തിന് നല്ലതാണ്. അതിനുശേഷം ഞാനിപ്പോൾ റെഡിയായിരിക്കുകയാണ്, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. രാവിലെ തന്നെ കുറച്ച് നേരം ഞാനിവിടെ നടക്കാറുണ്ട്. നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല പോസിറ്റിവിറ്റി കിട്ടും. പ്രത്യേകിച്ച് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നടക്കാൻ വളരെ അടിപൊളിയാണ് കേട്ടോ. നല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. ഞാൻ താമസിക്കുന്നത് ശരിക്കും ഫ്രൈറ്റാൽ എന്ന് പറഞ്ഞ ഒരു മലപ്രദേശമാണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങുന്നവരും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലുള്ള മല ഏരിയയിലേക്കാണ് പോകുന്നത്. എനിക്കിവിടെ നടക്കാൻ വളരെയധികം ഇഷ്ടമുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ നല്ല നല്ല തണുപ്പാണ്. നമുക്ക് പെട്ടെന്ന് ചൂടെടുക്കില്ല. പ്രത്യേകിച്ച് ഈ ഒരു ടൈം ആയാലും. അത് മാത്രമല്ല, നമ്മൾ നടന്നു കഴിയുമ്പോൾ ആരും നമ്മളെ നോക്കുകയില്ല, ജഡ്ജ് ചെയ്യത്തുമില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും നടക്കാം. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ രാവിലെ വെളുപ്പിനല്ലെങ്കിൽ ഏറ്റവും വൈകുന്നേരമാണ് കൂടുതൽ നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ടൈമിങ്ങേ ഇല്ല. നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴെല്ലാവരും നടക്കും. അത് മാത്രമല്ല, ആരും പരസ്പരം മുഖത്തേക്ക് നോക്കാത്ത എനിക്ക് വളരെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എനിക്ക് നടക്കും. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും നടക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ പോസ്റ്റ് വർക്കൗട്ട് ഗ്ലൂ അതെനിക്ക് മേടിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ സ്ഥിരം രാവിലെ നടക്കാൻ പോകും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് സ്ഥലങ്ങളിലുള്ള ഒരു ലുക്കുണ്ട് ഇവിടെ, ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയാൽ കാണാം. അതായത് ഈ സൈഡിൽ ഫുള്ളിങ്ങനെ ഹൈറ്റിൽ മരങ്ങൾ നിൽക്കുന്നു. ഞാൻ എറണാകുളം ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഞാനിപ്പോൾ ഇതിൽ ഓഡിയോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവിടെ ശരിക്കും ഫുൾ സൈലൻസാണ്. കിളികളുടെ ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ. മരങ്ങളുടെ ഇങ്ങനെ ആടുന്ന ശബ്ദം, ഫുള്ള് കിളികളുടെ ശബ്ദം മാത്രം കേൾക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെ താമസിക്കുന്നവർക്ക് എന്ത് സുഖമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു നിശബ്ദത എന്ന് പറയുന്നതിന് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്, ആദ്യം എനിക്ക് ഇവിടുത്തെ സൈലൻസ് കേൾക്കുമ്പോൾ ഭയങ്കര ഇവരെങ്ങനെ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ എനിക്ക് സൈലൻസ്, ആരെങ്കിലും ഒച്ചയിൽ എന്തെങ്കിലും വേറെ ആളുകൾ ഒച്ചയിൽ പാട്ട് വെച്ചാൽ പോലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് സൈലൻസ്, ആ ഒരു നേച്ചറിനോട് നമ്മൾ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിപ്പോവും. ഇതാണ് നമ്മുടെ ഒരു ലുക്ക്. ഇത് ഞാൻ കയറുന്ന എൻ്റെ ഹോസ്റ്റൽ സ്ഥലത്ത് നിന്ന് കുറച്ചൊരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം വില്ലാസ്, ഇവിടെ താമസിക്കുന്നവർ, ബിൽഡിങ്സിൽ, അപ്പാർട്ട്മെൻറ്റ്സിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഏരിയ എന്ന് പറയുന്നതും ഇവിടെയും അങ്ങനെ തന്നെയാണ്. സൈലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നടക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ആരും ഇവിടെ നോക്കാറുമില്ല. ഇവർ പുറത്തിറങ്ങാറുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇവർ ശരിക്കും കാറിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. ഇവർ കൂടുതലും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. സൈക്കിൾ ചവിട്ടി പോകുന്നവരാണ് ഇവർ കൂടുതലും. അതുകൊണ്ട് തന്നെ എനിക്കിവർ വളരെയധികം ഒരു റെസ്പെക്റ്റ് തോന്നാറുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ബിൽഡിങ്സ്. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, നല്ല രസമായിട്ട് പണിതിരിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു റൂഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം സ്നോ ഉള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ ഞാൻ സ്ഥിരം നടക്കാറുള്ള എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് എത്തി. ഈ സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. കാരണം ഇവിടെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. അതായത് ആരുടെയും ശല്യമില്ലാന്ന്, അതായത് ചുമ്മാ നടക്കുന്നവർ പോലും ഈ വഴി വരാറില്ല. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ ഇവരിവിടെ പുല്ല് വെട്ടി കളഞ്ഞിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ്. ഇവർ കുറച്ച് പുല്ല് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടി ഹൈറ്റിൽ പുല്ല് വളർന്നു കഴിയുമ്പോൾ ഇവർ മെഷീനിൽ അത് വെട്ടിയിട്ട് പോകും. അതൊരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. മേ ബി കൂടുതൽ പുല്ല് വളരാത്ത രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യും.
അപ്പോൾ ഇപ്പോൾ പുല്ല് വെട്ടി ഞാനിപ്പോൾ ഇവിടെ ഞാൻ വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്കൂടി നടന്നതിന് ശേഷം കുറച്ച് നേരം ഇവിടെ കിടക്കാറുണ്ട്. നമുക്കങ്ങനെ ഇവിടെ വഴിയിൽ ഇവിടെ ഇങ്ങനെ പുല്ലിലൊക്കെ കിടക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. നാട്ടിലാണെങ്കിൽ നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. എല്ലാവരും വിചാരിക്കുന്നത് എന്താ ഇത്, ഈ പെങ്കൊച്ചെന്താ ഇത് വട്ടാണത് വഴിയിൽ വന്ന് കിടക്കുന്നത്, ആളുകളെന്നെ ചീത്ത പറയും. ആളുകൾ വിചാരിക്കും എന്താ തലയ്ക്കല്ല അസുഖം ഉണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഉള്ളവർ കിടക്കാറുണ്ട്, അതുകൊണ്ട് ഞാനും കിടക്കും. ഈ ട്രീ കണ്ടോ, ഇത് നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ കൈൻഡ് ഓഫ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീന് യൂസ് ചെയ്യുന്നൊരു ട്രീ ആണ്, പക്ഷേ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ട്രീ ആണ്. അത് നല്ല രസമുള്ളൊരു ട്രീ ആണ്. ഇതുപോലെ തന്നെ ശരിക്കും ക്രിസ്മസ് ട്രീ ആയിട്ട് വരാറുള്ളൊരു ട്രീ ഉണ്ട്, ഈ കാണുന്നത്. ഇതാണ് ശരിക്കും ക്രിസ്മസ് ട്രീ കൈൻഡ് ഓഫ് ട്രീ. നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ വിചാരിക്കാറില്ലേ, നമുക്ക് നാട്ടിലില്ല ഇങ്ങനത്തെ ട്രീ. പൊതുവേ നാട്ടിൽ വളരാറുണ്ട്, ബട്ട് വളരെ റെയറാണ് കാണാറുള്ളത്. കാരണം ഇതിന് കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ട്രീ. പക്ഷേ ഇതിലാണ് സത്യത്തിൽ ഒരു കായുണ്ട്, നമ്മൾ പുൽക്കൂട്ടിൽ വെക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറുള്ള സംഭവമാണ്. ഇതാ ഈ കായ കണ്ടോ, നമ്മുടെ നാട്ടിലൊരു 30 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കാറുള്ള സംഭവമാണിത്. ക്രിസ്മസ് ട്രീ പോലത്തെ നമ്മുടെ പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ നമ്മൾ തൂക്കിയിടും. പക്ഷേ ഇവിടുത്തെ ഫ്രീ ആയിട്ട് ഉണ്ടാവുകയാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ നിന്ന് കുറച്ച് പെറുക്കിക്കൊണ്ട് പോയാലോ നാട്ടിലേക്ക്. അങ്ങനെ സൂര്യനൊക്കെ ഏകദേശം നല്ലൊരു ഹൈറ്റിലായി തുടങ്ങി. പക്ഷേ ഇത് സത്യത്തിൽ 6:30 ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ജർമ്മനിയിൽ സമ്മർ ടൈമിൽ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും വളരെ നേരത്തെ സൂര്യൻ അങ്ങ് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും സമ്മർ ടൈമിൽ നല്ല നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ പോകാറുണ്ട്. അപ്പം ഞാനവിടെ കുറച്ചേരം ഇരുന്നു. കാരണം എനിക്ക് അവിടെ ഇരുന്നില്ലെങ്കിൽ ഇരിപ്പുറയ്ക്കത്തില്ല. കാരണം എനിക്ക് അന്നത്തെ ദിവസം ഞാൻ നടന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം അങ്ങനെ കിടക്കും. എൻ്റെ മോനെ, ആ സൈലൻസിൽ കിടക്കുമ്പോഴൊരു റിലാക്സേഷൻ ഉണ്ട്. അതിപ്പോൾ ഞാൻ ആ ഒരു റുട്ടീനോട് ശീലമായിപ്പോയി. എന്താ ചെയ്യാം. അങ്ങനെ ടൈം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങാൻ പോവാണ്. നമ്മൾ തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് പോകണമല്ലോ. കാരണം നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഇവിടെ നടന്ന് കഴിയുമ്പോൾ എനിക്കൊരു തൃപ്തി വരും. അതിനുശേഷം ഞാൻ നേരെ പോയി എന്തെങ്കിലും തട്ടും. അതിനുശേഷമാണ് കുറച്ച് നേരം പഠിക്കാനിരിക്കാറ്. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇപ്പുറത്തെ സ്ഥലങ്ങളിലും കുറച്ച് വീടുകൾ, എല്ലാം ഒരേ ടൈപ്പ് നല്ല ഭംഗിയുള്ള വീടുകളാണ്. നമ്മുടെ നാട്ടിലെ വീടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മോഡേൺ സ്റ്റൈലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റൈലിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് വീടുകൾക്ക്. പക്ഷെ അവർക്ക് വീടിന് വലിയ സ്റ്റൈലിംഗ് ഒന്നുമില്ല. ഇവരുടെ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് സംഭവം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരിക്കലും മഞ്ഞുള്ളതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ടെറസ് പോലത്തെ വീട് വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു പോകണം. ഇപ്പോൾ കുറച്ച് ഏകദേശം ഇവിടെ വണ്ടികളൊക്കെ വന്നു തുടങ്ങി. നല്ല അതായത് ഈ ഒരു ടൈമിലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഓഫീസിലേക്കും ജോലിക്കൊക്കെ പോവാറ്. ഞാൻ പറഞ്ഞല്ലോ, ആസ് ഐ സെറ്റ്, ഇവരെല്ലാവരും നേരത്തെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഇവർ എത്ര മണിക്ക് എഴുന്നേൽക്കും? അതും ഇത്രയും പേര്. നമ്മുടെ നാട്ടിൽ ഏകദേശം കണക്ക് തന്നെ. എല്ലാവരും നേരത്തെ ഒരു 8 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോയി തുടങ്ങും അല്ലേ. അങ്ങനെ ഞാൻ ഈ ഒരു മല കണ്ടോ, ഈ ഒരു മല എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്ന ഒരു ഏരിയയിൽ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു അറേഞ്ച്മെൻ്റ് ഉള്ളൊരു മലയാണത്. ഞാൻ ആ മലയിലേക്ക് എത്തി. ഇവിടെ ഇനി ഫുള്ള് നമുക്ക് ആളുകൾ നടക്കുന്നവർ മാത്രമേ ഉള്ളൂ പൊതുവേ. കാരണം ഇത് ഹെൽത്തിന്, അതായത് സൈക്ലിങ്ങിനും നടക്കാനുള്ളവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ്. ഡോഗ് വാക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ, അതായത് വണ്ടികൾ പോകുന്നൊരു ഏരിയ അല്ല. അല്ലാതെ നമുക്ക് നടക്കാനും ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യത്തിൽ വളരെ സപ്പോർട്ടീവാണ്. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും മല ഇറങ്ങിയതിന് ശേഷം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാറുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പം അങ്ങോട്ട് വന്ന് ഇരുന്നല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെയല്ല, നമ്മൾ അവിടെ നിന്ന് കുറേ നടന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഓക്കെ, കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി മാനം കണ്ടിരിക്കാറുണ്ട്. കാരണം ഇവിടെ നല്ല ഓക്സിജൻ പമ്പിങ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടമാണ്. മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് നല്ല ഒരു കൈൻഡ് ഓഫ് പോസിറ്റിവിറ്റി എൻ്റെ തലയ്ക്കകത്തേക്ക് കയറും. ഇപ്പം എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ വീട്ടിലെത്തി. ഇനി എന്തെങ്കിലും തട്ടാൻ പോവാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ക്യാരറ്റ് കറി. എനിക്ക് ക്യാരറ്റും ചപ്പാത്തി വലിയ ഇഷ്ടമില്ല. ചപ്പാത്തി എനിക്കിഷ്ടമാണ്, ക്യാരറ്റ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കേട് ഉപയോഗിക്കാറുണ്ട്. കേടിനൊപ്പം പിന്നെ ഒരു കുക്കുംബറും. കേടുണ്ടെങ്കിൽ മാത്രം ഞാൻ കുക്കുംബർ യൂസ് ചെയ്യും.
ക്യാരറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ കേട് യൂസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഓവനിലേക്ക് വെച്ചു. കാരണം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്ന നല്ല തണുപ്പാണ്. ഈ തണുത്ത ഐറ്റം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓവനിലേക്ക് വെച്ച് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തു. കുക്കുംബർ നിങ്ങൾ എന്തിനാ ഈ ഓവനിലേക്കൊക്കെ നിന്നോട് ചോദിക്കരുത് കേട്ടോ, വെറുതെ അതും ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരം തട്ടിയും മുട്ടിയും കണ്ടിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അത്രയേ ഉള്ളൂ. ബൈ ബൈ.